എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വേനാട് എക്സ്പ്രസ്സിൽ ഒരു യാത്ര ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഇത് നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. ഇപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതുകൊണ്ടിരിക്കാം. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൻ്റെ നീളമൊക്കെ കൂട്ടി. അപ്പോൾ ഇനി ഇതൊരു ഭാവിയിലൊരു അടിപൊളി സ്റ്റേഷനാവും. അപ്പോൾ ഞാൻ ഇന്ന് വേനാട് എക്സ്പ്രസ്സിലാട്ടോ യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരം ഷൊർണൂർ വേനാട് എക്സ്പ്രസ്. അപ്പോൾ ഈ വണ്ടി ഓൺ ടൈമിൽ വന്ന ചരിത്രമൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഇത് എറണാകുളം സൗത്ത് പോകാതെ എറണാകുളം ടൗൺ ആക്കിയത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ലേറ്റായിട്ട് തന്നെയാണ് സാധാരണ ഈ വണ്ടി വരാറുള്ളത്. അപ്പോൾ കറക്റ്റ് ആ ടൈമിൽ ഇവിടെ എത്തിക്കാറില്ല. ഇവിടെ 9:45 വേനാട് എക്സ്പ്രസിൻ്റെ ടൈം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒരു 10 മണി 10:05 ആവും. അപ്പോൾ പക്ഷേ എത്ര വൈകിയാലും ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാട്ടോ ഈ വേനാട് എക്സ്പ്രസ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ, വേനാട് എക്സ്പ്രസ്. അപ്പോൾ ഇവിടെ 10 മണിയായപ്പോൾ വണ്ടി വന്നു. 10 മണിയായി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കെട്ട ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ വേനാട് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഭയങ്കര തിരക്കായിരിക്കും. എറണാകുളം മുതൽ ഷൊർണൂർ വരെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. കാരണം ഷൊർണൂർ ഭാഗത്തോട്ടൊന്നും യാത്ര ചെയ്യുന്ന ആൾക്കാരില്ല. കൂടുതലും കോട്ടയം, എറണാകുളം ടൗൺ അവിടെയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ യാത്ര ചെയ്യുന്നത്. പിന്നെ തൃപ്പൂണിത്തുറ അവിടെയൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കയറിയിരിക്കുന്ന കോച്ചില്ലേ, അത് ഈ 2019 ബിൽഡ് ചെയ്ത കോച്ചാട്ടോ. അപ്പോൾ ഇതിന് ഈ 3 റിസർവ്ഡ് കോച്ചുള്ളൂ കേട്ടോ. 2 സെക്കൻഡ് സീറ്റിങ്ങും പിന്നെ ഒരു AC ചെയർ കാറുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളം ടൗണിൽ നിന്ന് തൃശ്ശൂർ വരെ ജനറൽ കോച്ചിന് 45 രൂപയും സെക്കൻഡ് സീറ്റിങ്ങിന് 60 രൂപയും പിന്നെ AC ചെയർ കാറിന് 265 രൂപ കേട്ടോ ഇതിൻ്റെ ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ ഇത് 11:04 എത്തുമെന്നാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ വേർ ഈസ് മൈ ട്രെയിനിൽ. അപ്പോൾ എത്തുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫെയറൊക്കെ വേർ ഈസ് മൈ ട്രെയിനിലുള്ളതാട്ടോ. ഓക്കെ, തെറ്റിദ്ധരിക്കരുത് ആരും. അപ്പോൾ ഈ 11:04 എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ നിന്ന് തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ ഉണ്ടല്ലോ, അപ്പോൾ ഗുരുവായൂരിലോട്ടും പോകണം. അപ്പോൾ അതിൻ്റെയും വീഡിയോ എടുക്കണം. അപ്പോൾ എത്തുമെന്ന് നോക്കാം, എത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലെ ഈ വേനാട് എക്സ്പ്രസ് തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു 11:15 11:20 ഈ റേഞ്ചിലൊക്കെയാണ് ഈ വണ്ടി തൃശ്ശൂർ എത്തിയത്. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഈ വേനാട് എക്സ്പ്രസ്സിൽ കയറിയത്. അപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ അത് 11:35. ഇനിയിപ്പോൾ അറിയില്ല, കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ വണ്ടി ഇവിടെ 10:03 ഇവിടെ ആലുവയിൽ എത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ 10:24 ഈ വണ്ടി ഇവിടെ ആലുവയിൽ എത്തിയപ്പോൾ. വണ്ടി ലേറ്റാണ്. അപ്പോൾ തൃശ്ശൂർ അറിയില്ല, 11:15 മുൻപേ 11:15 എത്തിയ രക്ഷപ്പെട്ട് തൃശ്ശൂർ ഗുരുവായൂർ കയറും, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 3 മിനിറ്റിന് ശേഷം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, വടക്കാഞ്ചേരി, പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പായ ഷൊർണൂർ ജംഗ്ഷൻ. അപ്പോൾ ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരും കയറിയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇവിടെ ഈ കോച്ചിൽ ആരും കയറണം ഞാൻ കണ്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ 12 മണി റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് തൃശ്ശൂർ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഈ വേനാട് എക്സ്പ്രസ്സിൽ കയറിയാൽ മതി. ഇതിലാകുമ്പോൾ തിരക്കുണ്ടായാലും വേഗം എത്തുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ യൂട്യൂബിൽ നമ്മുടെ വേനാട് എക്സ്പ്രസ് ഈ നിലമ്പൂരിലോട്ടും നീട്ടും എന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. യൂട്യൂബിൽ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഉള്ളതാണ്, ശരിയാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ
നിലമ്പൂരിലോട്ട് നീട്ടണമെന്നാണ് പറയുന്നത്. കാരണം ഈ വണ്ടി ഷൊർണൂർ ഒരു 12:25 അവിടെ എത്തിച്ചേരും. പിന്നെ ഈ വണ്ടി 2:30 ആ റേഞ്ചിലാണ് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ അതിന് പകരം ഈ വണ്ടി നിലമ്പൂരിലോട്ട് പോയി കഴിഞ്ഞാൽ നിലമ്പൂർക്കുള്ളവർക്ക് എറണാകുളത്തോട്ട് വരാൻ ഭയങ്കര സൗകര്യമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് വളരെ ഉപകാരമായിരിക്കും. റെയിൽവേ അതിനെപ്പറ്റി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കട്ടെ. കാരണം അത് നല്ലതാണ്, നിലമ്പൂരുകാർക്കൊക്കെ ഭയങ്കര നല്ലതാണ്. നിലമ്പൂർ ഭാഗത്ത് അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് എറണാകുളം എത്താൻ ഈ വൈകിട്ടൊരു 5 മണി റേഞ്ചിലൊക്കെ എത്താൻ വേണ്ടി വയനാട് എക്സ്പ്രസ് ഉപകാരമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ ട്രെയിൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 16301 16302. ഇത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 5:20 രാവിലെ പുറപ്പെട്ട് ഷൊർണൂർ ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 12:25 ഇത് എത്തിച്ചേരുന്നു. തിരിച്ച് ഈ വണ്ടി 2:35 ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരം സെൻട്രലിൽ ഇത് 10 മണി റേഞ്ചിൽ ഇത് തിരുവനന്തപുരം സെൻട്രലിൽ ഇത് എത്തിച്ചേരുന്നു. ഇതെല്ലാ ദിവസമുള്ള വണ്ടിയാണ്. അത് മാത്രമല്ല, ഇത് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയും കൂടിയാണ്. കാരണം ഇതിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഈ ഓഫീസിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവരൊക്കെ പല കാര്യങ്ങൾക്കും എറണാകുളത്തോട്ട് വരാൻ ഉപയോഗിക്കുന്ന വണ്ടി ഈ വയനാട് എക്സ്പ്രസ്സാണ്. പിന്നെയുള്ള വണ്ടി എന്ന് പറയുന്നത് പാലരുവി എക്സ്പ്രസ്സാണ്. അപ്പോൾ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വയനാട് എക്സ്പ്രസ്സിലെ തിരക്ക് കാരണം ഒരു ചേച്ചി തലയിറങ്ങി വീണെന്നൊക്കെ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്ര ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ വയനാട് എക്സ്പ്രസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇത് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇതിവിടെ 10:15 ഇവിടെ എത്തേണ്ട വണ്ടിയാണ്. ഇപ്പോൾ ഈ 10:37 അപ്പോൾ ഇങ്ങനെ ചെറിയ ഡിലേ ആണ്. ചെറിയ ഡിലേ ആണ് ഇങ്ങനെ വലിയ ഡിലേ ആക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ റെയിൽവേ ഇത് വയനാട് എക്സ്പ്രസ്സിനൊന്ന് ഓൺ ടൈമിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇനിയും വയനാട് എക്സ്പ്രസ്സിൻ്റെ ഡിമാൻഡ് ഇനിയും കൂടുകയുള്ളൂ, കുറയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ വണ്ടി ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയെന്ന് പറഞ്ഞു. കാരണം തിരുവനന്തപുരം മുതൽ എറണാകുളം ടൗൺ വരെ നല്ല തിരക്കായിരിക്കും ഈ വണ്ടി. എറണാകുളം ടൗണിൽ നിന്ന് തൃശ്ശൂരല്ല ഷൊർണൂർ വരെ അത്ര തിരക്കുണ്ടാവില്ല. അപ്പോൾ അത് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആട്ടോ. അതൊരു ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് റെയിൽവേ ഈ സാധാരണക്കാർ ഓടിക്കുന്ന വണ്ടി എന്തുകൊണ്ടാണ് ഓൺ ടൈമിൽ ഓടിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഈ വന്ദേ ഭാരതും പിന്നെ രാജധാനിയൊക്കെ ഓൺ ടൈമിൽ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വയനാട് എക്സ്പ്രസ് ഈ മെയിൻ ഡിമാൻഡുള്ള വണ്ടികളൊക്കെ ഓൺ ടൈമിൽ ഓടിച്ചു കഴിഞ്ഞാൽ റെയിൽവേക്ക് തന്നെയാണ് ഉപകാരം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വയനാട് എക്സ്പ്രസ് തിരിച്ചു വരുമ്പോൾ അങ്കമാലി വെച്ച് ബാംഗ്ലൂർ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതിനെ കയറ്റിവിടും, വയനാടിനെ പിടിച്ചിട്ടിട്ട്. പിന്നെ ഇതിനെ വീണ്ടും വയനാടിനെ എടപ്പള്ളി പിടിച്ചിട്ടിട്ട് കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇല്ലേ, അതിനെ കയറ്റിവിടും. ഇതാണ് ഇതിൻ്റെ തിരിച്ചു വരുമ്പോഴുള്ള പരിപാടി. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഒന്നല്ലെങ്കിൽ ഈ കേരളയ്ക്കും ബാംഗ്ലൂർ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് മുന്നേ ഈ വയനാട് എക്സ്പ്രസ്സിനെ കയറ്റിവിടുക. അല്ലെങ്കിൽ ഈ 2 വണ്ടികൾക്ക് ശേഷം അതിൻ്റെ പുറകെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ടൈം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ വയനാട് എക്സ്പ്രസ് ചിലപ്പോൾ ഓൺ ടൈമിലായിരിക്കും ഓടുക. ചിലപ്പോൾ ഇതിനെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വീണ്ടും അത് ഡിലേ ആവും. അപ്പോൾ യാത്രക്കാർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ കേരളയ്ക്കും ബാംഗ്ലൂരിനും മുന്നേ വിടുക, അല്ലെങ്കിൽ പുറകെ വിടുക. ഫ്രണ്ട്സ്, ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഞാൻ എത്തിയിട്ടാ. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാട്ടോ. അപ്പോൾ എന്തായാലും കൺഫേമായി തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ എന്തായാലും കിട്ടില്ല.
കാരണം ഇനിയിപ്പോൾ തൃശ്ശൂർ അവിടെ എത്തുമ്പോൾ ഒന്നല്ലെങ്കിൽ 11:30 കഴിയും. വണ്ടി എന്തായാലും കിട്ടില്ല. തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ 11:35 തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത്, കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ഈ വണ്ടി 11:20 ആ റേഞ്ചിലൊക്കെ തൃശ്ശൂർ എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്നും ആ റേഞ്ചിലെത്തിയിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഗുരുവായൂരിൽ പോയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ട്രെയിൻ ലേറ്റായിപ്പോയി. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ 11:30 കഴിയും. അപ്പം എന്തായാലും തൃശ്ശൂർ ഗുരുവായൂർ പോയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഷൊർണൂരിൽ നിന്ന് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തോട്ട് ഇനിയുള്ള അടുത്ത ട്രെയിൻ ഏതാണെന്നറിയോ? പരശുരാമ എക്സ്പ്രസ്. അത് 2 മണിക്കാണ് ഷൊർണൂർ എത്തുക. 2 മണിക്കല്ല, അതിന് മുമ്പ് എത്തും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വേറൊരു വണ്ടിയും ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ സാധാരണക്കാരെന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ വന്ദേ ഭാരതും പ്രീമിയം ട്രെയിൻ മാത്രമല്ല, ഇവിടെ പ്രീമിയം ട്രെയിൻ മാത്രം പോരാ. എക്സ്പ്രസ് ട്രെയിനുകൾ, പാസഞ്ചർ ട്രെയിനുകൾ, മെമു ട്രെയിനുകളുടെ എണ്ണമൊക്കെ ഒന്നല്ലെങ്കിൽ റെയിൽവേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഈ ഷൊർണൂർ, കണ്ണൂർ ഈ ഭാഗങ്ങളിലോട്ടൊക്കെ പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ റെയിൽവേക്ക് തന്നെയാണ് അതിന് ലാഭം കിട്ടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ 11:04 എത്തേണ്ട വണ്ടി 11:30 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. എന്ത് പറയാനാണല്ലേ. അപ്പോൾ ഇനിയെങ്കിലും വയനാട് എക്സ്പ്രസ് റെയിൽവേ ഓൺ ടൈമിൽ ഓടിക്കുക. ഓൺ ടൈമിൽ ഓടിച്ചു കഴിഞ്ഞാൽ റെയിൽവേക്ക് തന്നെയാണ് ഉപകാരം. അപ്പോൾ അതുമാത്രമല്ല, നിലമ്പൂരിലോട്ട് ഈ വയനാട് എക്സ്പ്രസ് നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നിലമ്പൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.